വീടിൻ്റെ പുറത്ത് കുഴപ്പമില്ല. വീട്ടിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് അകപ്പാട് വല്ലാത്തൊരു വിഷമായിട്ട് തോന്നും. എല്ലാവരോടും ദേഷ്യം വരിക, എല്ലാവരോടും കോപിക്കുക, അതല്ലെങ്കിൽ നേരെ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ബന്ധുക്കൾ ആയിട്ട് വഴക്കടിക്കുക, അതിർത്തിയിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുക്കളായിട്ട് വഴക്കടിക്കുക, അങ്ങനെ വരുമ്പോൾ പിതൃദോഷങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ പിതൃദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് എന്താണ്? ആദ്യം തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ. പലപ്പോഴും ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും വീടുകളിലെ ഒരു പ്രത്യേകതകളായിട്ട് പറയുന്നതും എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് പറയും. എല്ലാം ഉണ്ട്, പക്ഷെ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് പറയും. ഒന്ന്, നേരെ വിവാഹം കഴിച്ചു, സന്താന യോഗമുണ്ട്, സന്താനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ്. ഗർഭം വരുന്നു, അലസിപ്പോകുന്നതാണ്. അപ്പോൾ അതിനെന്താണ് പരിഹാരം? അപ്പോൾ രോഗങ്ങളൊക്കെ മാറാനായിട്ട് വൈദ്യശാസ്ത്രമൊക്കെ പലതും പറയും. അപ്പോൾ അതേപോലെ ചില സമയത്ത് എന്താണ്, കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ചെറിയ ചെറിയായിരിക്കുന്ന ചില്ലറ രോഗങ്ങൾ വരുന്നു, അല്ലെങ്കിൽ നിരന്തരമായിരിക്കുന്ന രോഗങ്ങൾ വരുന്നു. ശ്വാസം മുട്ട്, അതേപോലെ തന്നെ ത്വക്ക് രോഗങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ എല്ലാം നമുക്ക് കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കില്ല. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ഇപ്പോൾ ജോലി കിട്ടണം, എല്ലാ യോഗ്യതയുണ്ട്, എല്ലാം കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ കപ്പ് ചായയുടെ അടുത്ത ചുണ്ടിലേക്ക് വരുമ്പോൾ ആ ലിപ്പ് ഓഫ് ടങ് എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ തട്ടിന് താഴത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ തട്ടി തെറിച്ചു പോകുക എന്നാണ്. അപ്പോൾ അത് എന്താണ്, വീടുകളിലങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ചിന്തിച്ചു പോകുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്, എല്ലാ യോഗങ്ങളുണ്ട്. രാജയോഗമുണ്ട്, പക്ഷേ നമുക്ക് ഇരിക്കാൻ കസേരയില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് പറയുക. അത് തമാശന് പറയുന്ന കേസരി യോഗമാണ്, പക്ഷെ ഇരിക്കാൻ കസേരയില്ല എന്ന്. അതെന്താ കാരണം? അവിടെയാണ് പിതൃക്കളുടെ സ്ഥാനം വരിക എന്ന്. അപ്പോൾ പിതൃദോഷങ്ങൾ ഉണ്ടെങ്കിൽ, അപ്പോൾ അതിന് സാധാരണ ചില ആൾക്കാർ ഗുളികൻ എന്നൊക്കെ പറയും. ഗുളികൻ അതൊരു പ്രത്യേക ഘടകം മാത്രമേ ഉള്ളൂ. പക്ഷെ പിതൃദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കില്ല എന്നാണ്. എന്ത് തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അത് സന്താനങ്ങൾക്കും അതേപോലെ വിവാഹാദികൾക്കും എല്ലാം ഉണ്ടെങ്കിൽ വിവാഹം നടക്കുന്നില്ല. വിവാഹങ്ങൾ യോജിച്ചു വരുന്നുണ്ട്, പക്ഷേ നടക്കണില്ല. അതേപോലെ ഗർഭധാരണം നടക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ജോലികളിൽ നല്ല ജോലി ലഭിക്കുന്നില്ല. അതേപോലെ വീട്ടിലൊരു സമാധാനക്കുറവ്, എപ്പോഴും ബഹളവും വഴക്കും, ഒരു തൃപ്തിയില്ല എന്നാണ്. അപ്പോൾ അതിനാണ് ഒരു തൃപ്തിക്കുറവുണ്ടാവും. എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്, നല്ല സമ്പത്തുണ്ട്, ജോലിയൊക്കെ ഉണ്ട്. പക്ഷേ വീടിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥതയാണ്. വീടിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരു ഇരിപ്പുറക്കില്ല, ആകെപ്പാട് ഒരു വിഷമാണ് എന്നാണ് പറയാം. അപ്പോൾ ചില ആൾക്കാർക്ക് പലതരത്തിലാണ്. അപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നേരെ സുഖമായിട്ട് ഇരിക്കാം. പക്ഷെ വീട്ടിനകത്ത് കയറിഞ്ഞാൽ സ്വസ്ഥതയില്ല, ഉറക്കം വരില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കാം. അതേപോലെ ആകെപ്പാടെ മനസ്സിനൊരു വിഷമം, എല്ലാവരും എപ്പോഴും അനാവശ്യമായിട്ട് വഴക്കടിക്കുക, ഇതെല്ലാം പിതൃദോഷങ്ങളുടെ കാരണമായിട്ടാണ് പറയും. അപ്പോൾ അത് ചിലപ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാലും അത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പല കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ പിതൃക്കളുടെ ദോഷമുണ്ടെങ്കിൽ അവർ നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം പിതൃക്കൾക്ക് അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സ്വസ്ഥമായിരിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിച്ചു തരണം, അത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ടാണ് ഇത്തരം അസ്വാസ്ഥ്യങ്ങൾ നമ്മളെ ഇങ്ങനെ വന്ന് ബാധിക്കുന്നത്. അപ്പം അങ്ങനെ ബാധിക്കുന്ന സമയത്ത് നേരെ ഓരോരോ ഭാഗങ്ങളിങ്ങനെ വരുന്ന സമയത്ത് എന്ത് വേണം? അപ്പോൾ ബന്ധുക്കൾ ആയിട്ട് വഴക്കടിക്കുക, അതിർത്തിയിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുക്കളായിട്ട് വഴക്കടിക്കുക, അങ്ങനെ വരുമ്പോൾ പിതൃദോഷങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ പിതൃദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് എന്താണ്? ആദ്യം തന്നെ ആ പിതൃക്കൾക്കായിരിക്കുന്ന പൂജകൾ. അപ്പോൾ പിതൃക്കൾക്ക് പോയി നടത്തുന്നതായിരിക്കുന്ന പ്രത്യേക ക്ഷേത്രങ്ങളുണ്ട്, പിതൃക്കളെ ആവാഹിച്ച് പൂജിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അതൊക്കെ സമർപ്പിക്കാം. അതല്ലെങ്കിൽ നേരെ ഒന്നും സാധിക്കില്ലെങ്കിൽ തടപ്പള്ളി നിവേദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ തിരുനാവായ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണ്. തിരുനാവായ പിതൃക്കൾക്ക് പ്രാധാന്യമാണ്. അതേപോലെ തന്നെ പിതൃക്കൾക്ക് ചേലാമറ്റം എന്ന് പറയും, അവിടെ പ്രാധാന്യമാണ്. അപ്പോൾ ആലുവയ്ക്ക് നേരെ ശിവരാത്രിക്ക് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിൽ നേരെ തിരുവനന്തപുരം ഭാഗത്ത് വരുമ്പോൾ നേരെ തിരുവല്ലം എന്ന സ്ഥലമുണ്ട്. പരശുരാമ ക്ഷേത്രമാണ്, പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ്. അതൊക്കെ പിതൃപ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് പരിഹാരമായിരിക്കുന്ന പൂജകളുണ്ട്. ആ പരിഹാര പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ പിതൃശാന്തി ഉണ്ടാവും. അപ്പോൾ അവർ പറയും ഒരു വർഷം തുടർച്ചയായിട്ട് ഇങ്ങനെ ആ സമയത്ത് വരണം, എന്ന് വന്നുവോ അതനുസരിച്ച് വരണം. അപ്പോൾ നമുക്ക് അച്ഛനും അമ്മയും ഒക്കെ നമുക്കറിയാൻ പറ്റും. അറിയപ്പെടാത്തതായിരിക്കുന്ന പിതൃക്കളാണ്. അവർക്ക് ആരുമില്ല നൽകാനായിട്ടും, അവരെ സ്നേഹിക്കാനും ആരുമില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഭക്തന്മാരായിരിക്കുന്ന ആളുകളെ അവർ സമീപിക്കുന്നു. ഈശ്വരവിശ്വാസികളും ക്ഷേത്രകാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും കുടുംബസ്നേഹികളായിരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വരും. കാരണം അവരെ ആശ്രയിച്ചാലാണ് അവരുടെ കാര്യങ്ങൾ നടക്കുക. അതാണ് ഞാൻ ഇത്രയും നാൾ നേരെ ഈശ്വരനെ ഭജിച്ചു, ഇന്ന കാര്യങ്ങൾ ഇത് അമ്പലങ്ങളിൽ പോയിട്ടും ഇത് നടക്കുന്നില്ലല്ലോ എന്ന് പറയാൻ കാരണം, ഭക്തൻ ആ പിതൃപൂജയും കൂടി പൂർത്തിയാക്കണം എന്നാണ്. കാരണം ഭക്തനോട് പറഞ്ഞാലേ കാര്യമുള്ളൂ. ഭക്തി ഇല്ലാത്തതിനോട് പിതൃക്കൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവനത് ചെയ്യില്ല. അതങ്ങനെ അവൻ അനുഭവിച്ചു കൊണ്ടേയിരുന്നാലും അവന് യാതൊരു പ്രശ്നങ്ങളില്ല. അപ്പം അതാണ് പിതൃക്കൾക്ക് നമുക്ക് എന്തെങ്കിലും അഹിതമായിട്ട് പിതൃക്കൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവന് ഏറ്റവും നേരെ വന്ന് പ്രാപിക്കുന്ന ആരെയാണ്? ഭക്തനെ പ്രാപിക്കുകയുള്ളൂ. കാരണം അവനെ ചെറുതായിരിക്കുന്ന രസാശ്ചര്യങ്ങളൊന്നും അവൻ നേരെ ഈശ്വരൻ്റെ അടുത്ത് വരും. അപ്പോൾ നേരെ അല്ലെങ്കിൽ കാര്യങ്ങൾ പിതൃക്കൾക്ക് കർമ്മം ചെയ്യണമെന്ന് ആരെങ്കിലും പറയും, അപ്പോൾ പിതൃക്കൾ കർമ്മം ചെയ്യും. അപ്പോൾ എവിടെയാണ് കൂടുതൽ അപ്രോച്ചബിലിറ്റി അവിടേക്കാണ് പിതൃക്കൾ വരിക. അതുകൊണ്ടാണ് നേരെ ചില ആൾക്കാർ പറയും, അപ്പോൾ ഒരേ പിതൃക്കളെ തന്നെ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്, പക്ഷേ ഞങ്ങളെ മാത്രം എന്താ ബുദ്ധിമുട്ടിക്കണേ എന്ന് ചോദിക്കും. അപ്പോൾ പിതൃക്കൾ നേരെ കുറേ മക്കളുണ്ടെങ്കിൽ ഒരു മകനെ മാത്രമേ ബുദ്ധിമുട്ടിക്കാൻ എന്താ കാരണം? അയാളെയും ബുദ്ധിമുട്ടിക്കണ്ടേ? കാരണം എവിടെ പറഞ്ഞാലാണ് കാര്യങ്ങൾ നടക്കുക അവിടെയാണ് വന്ന് പറയാന്ന്. അപ്പോൾ അതിൽ ഭക്തന്മാരോട് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതാണ് ആളുകൾ പരാതി പറയും, ഞാൻ ഇത്രയും ഭക്തിയോടെ ഉപാസിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നങ്ങനെ പറയുന്നത്. അപ്പോൾ പിതൃദോഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ അത് മനുഷ്യന് വീട്ടിൽ എന്തൊക്കെ വേണം അതൊന്നും നടക്കില്ല. എപ്പോഴും മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അപ്പം മനസ്സ് ഒരിക്കലും സ്വസ്ഥം ഉണ്ടാവില്ല. മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതാണ് അർത്ഥം ഇത്. കാരണം നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ അതൊരു ആപത്ത് വരുന്ന ഒരു ശങ്ക ഉണ്ടാവും. പിന്നെ അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെയാന്നുള്ള ചിന്ത വരും. മനസ്സിനെ സ്വസ്ഥമായിട്ട് ഇരുത്താനായിട്ട് അനുവദിക്കില്ല എന്ന്. അപ്പം അതുകൊണ്ട് മനസ്സ് സ്വസ്ഥമാവില്ല. അപ്പോൾ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് അത് ശരിയായോ എന്ന് തോന്നൽ വരും. പിന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് മാതിരി ഉറക്കം വരാത്ത രാത്രികളെ പോലെയാണ്. വീട്ടിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക്, വീടിന് പുറത്ത് കുഴപ്പമില്ല, വീട്ടിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് അകപ്പാട് വല്ലാത്തൊരു വിഷമായിട്ട് തോന്നും. എല്ലാവരോടും ദേഷ്യം വരിക, എല്ലാവരോടും കോപിക്കുക, അതല്ലെങ്കിൽ നേരെ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ നേരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം തീരെ അസ്വസ്ഥത വരുമ്പോഴാണ് നേരെ ആത്മഹത്യ പ്രേരണയിലേക്ക് എത്തിച്ചേരുക. ഇതൊക്കെ പിതൃദോഷങ്ങളുടെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ആ പിതൃദോഷങ്ങൾക്കാണ് പരിഹാരങ്ങൾ കാണേണ്ടത്. ക്ഷേത്രത്തിലും കാണാം, വീട്ടിലും ചെയ്യാം, അതേപോലെ എവിടെയും ചെയ്യാം എന്നാണുള്ളത് പറയാം. അപ്പോൾ അതാണ് നമ്മൾ വിഷ്ണു പൂജയിലൂടെ അല്ലെങ്കിൽ അമാവാസിയിലെ പൂജയിലൂടെ അല്ലെങ്കിൽ വീടുകളിൽ എല്ലാവരെയും ആവാഹിച്ചിട്ട് ഉള്ളതായിരിക്കുന്ന പൂജയിലൂടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്.